ഹായ് ഹലോ ഫ്രണ്ട്സ്, മോഡേൺ ഫാബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാലക്കാട് ജില്ലയിലെ കൊപ്പത്താണ് ഈ ഒരു വർക്ക് ചെയ്തത്. ഇവിടെ വാർഡ്രോബും കിച്ചണാണ് ചെയ്തു കൊടുത്തത്. കിച്ചന്റെ വീഡിയോ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. ഇവിടുത്തെ വാർഡ്രോബ് 3 വാർഡ്രോബാണ് ഇവിടെ ചെയ്തു കൊടുത്തത്. വാർഡ്രോബ് ഓൾറെഡി ഫെറോസ്ലൈവിൽ ഓൾറെഡി പാർട്ടീഷൻ ചെയ്ത് ബോക്സ് ചെയ്ത ആ ഒരു വാർഡ്രോബിന്റെ ഫ്രണ്ട് കവറിങ് മാത്രമാണ് ഞങ്ങൾ ചെയ്തു കൊടുത്തത്. ഞങ്ങളുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വർക്ക് ഞങ്ങളിലേക്ക് എത്തിയത്. വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ഈ ഒരു വാർഡ്രോബ് ഫുൾ ഗ്ലാസ് ടൈപ്പ് ആയിട്ട് ചെയ്തു കൊടുത്തത്. 3mm കൂളിംഗ് ഗ്ലാസ് ആണ് അതിനായിട്ട് യൂസ് ചെയ്തത്. ഔട്ട് ഓഫ് ഫ്രെയിം മൊത്തം ബ്ലാക്ക് ഫ്രെയിമിലായിട്ടാണ് ചെയ്തത്. ഇതിന്റെ ബോർഡർ ഒക്കെ ചെയ്തിരിക്കുന്നത് വുഡ് ഫിനിഷിംഗിൽ വരുന്ന PVCയുടെ ലാമിനേറ്റഡ് ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ്, ഫ്ലെക്സി ബോണ്ടിന്റെ. ഇതിന്റെ ഉള്ളിലായിട്ട്, അതായത് ഈ ഒരു വാർഡ്രോബിന്റെ ഉള്ളിലായിട്ട് ഒരു ലോക്കറും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാൻഡിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഹാൻഡിൽ പ്രൊഫൈലാണ്, അലുമിനിയം പ്രൊഫൈലാണ് ഇതിനായിട്ട് ഹാൻഡിലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഒരു വലിയൊരു മിററും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഡ്രസ്സിംഗ് ഏരിയ പോലെ. ഇതിന്റെ ഹിഞ്ചസ് സോഫ്റ്റ് ക്ലോസ് ആണ്. ഫിക്സ്മോറിന്റെ സോഫ്റ്റ് ക്ലോസ് ഇഞ്ചസ് ആണ് ഇതിനായിട്ട് യൂസ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു ഡോറ് തന്നെയാണ്. സാധാരണ നോർമലി വാർഡ്രോബിനൊക്കെ PVCയുടെ ഷീറ്റോ അല്ലെങ്കിൽ SEBയുടെ ഷീറ്റോ ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇവിടുത്തെ വീട്ടുകാരുടെ ആവശ്യപ്രകാരം ഇതിനെ നമ്മ 3mm കൂളിംഗ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചത്. അതാണ് ഈ ഒരു വാർഡ്രോബിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ഇതിന്റെ ബോർഡർ ആയിട്ട് റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രീമിയം ലുക്ക് ഈ ഒരു ബോർഡറിനും കൂടി കിട്ടുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബും സെറ്റ് ചെയ്തത്. ഈ ഒരു വാർഡ്രോബ് 3 ഡോറിലായിട്ടാണ് ഓൾറെഡി ഫെറോസ്ലൈവ് പാർട്ടീഷൻ ചെയ്തത്. ഈ ഒരു രീതിയിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഇതിലും നമ്മൾ ഒരു ലോക്കറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ള് ഹാൻഡ് പ്രൊഫൈൽ തന്നെയാണ്. ഇതിലൊരു ടേബിള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലെ 8mm കൂളിംഗ് ഗ്ലാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്പൺ ഏരിയയും കൂടി സെറ്റ് ചെയ്ത് കൊടുത്തു. സൈഡൊക്കെ റൂട്ട് ചെയ്ത് ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബിനും സെറ്റ് ചെയ്തത്. ഇതേപോലെ വെറൈറ്റി വർക്കുകൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. കേരളത്തിൽ എല്ലായിടത്തും ഞങ്ങൾ വർക്കുകൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടുത്തെ മറ്റൊരു ബെഡ്റൂം വാർഡ്രോബ് നോക്കാം. ഈ ഒരു സെയിം രീതിയിൽ തന്നെയാണ് ആ ഒരു വാർഡ്രോബും ചെയ്തു കൊടുത്തത്. ഇത് 4 ഡോറിലായിട്ടാണ് ഇവർ പാർട്ടീഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതും ഫുൾ ഡോർ ഗ്ലാസ് ടൈപ്പ് ആയിട്ട് തന്നെയാണ് ചെയ്തത്. 3mm കൂളിംഗ് ഗ്ലാസ് ആണ് ഡോറിനായിട്ട് യൂസ് ചെയ്തത്. അതിനെ കൂടാതെ തന്നെ ഇതിന്റെ ബോർഡർ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് സെയിം വുഡ് ഫിനിഷിങ്ങിൽ വരുന്ന ഷീറ്റ് തന്നെയാണ്. അതുകൂടാതെ തന്നെ ഇതിന്റെ ഉള്ളിലായിട്ടൊരു ലോക്കറും കൂടി സെറ്റ് ചെയ്തു.
ഈ ഒരു റൂമിൽ ഈ ഒരു വാർഡ്രോബ് കൂടാതെ തന്നെ ഇതിന്റെ കൂടെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും കൂടിയിട്ടുണ്ട്. ആ ഒരു ഡ്രസ്സിംഗ് ഏരിയയും ചെയ്തിരിക്കുന്നത് ഈ ഒരു സെയിം മോഡലിൽ തന്നെയാണ്. ഈ ഒരു ഏരിയ ഇവിടെ 3 ഡോറിലായിട്ടാണ് ഈ ഒരു ഏരിയ ഇവർ പാർട്ടിഷൻ ചെയ്തിരിക്കുന്നത്. അതിലും നമ്മൾ 3mm കൂളിംഗ് ഗ്ലാസ് തന്നെയാണ് ഡോറിനായിട്ട് യൂസ് ചെയ്തത്. അതുകൂടാതെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ലോവർ പാനൽ കൊടുത്തു, അതിലൊരു റൗണ്ട് മിററും കൂടി ചെയ്തു കൊടുത്തു. അതുകൂടാതെ തന്നെ ഒരു ഓപ്പൺ ഏരിയയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഗുഡ് ബൈ.